കർത്താവിന്റെ അതിപരിശുദ്ധമായി നാം വാഴ്ത്തപ്പെടട്ടെ. ഈ നല്ല സമയത്ത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. വിവിധ സ്ഥലങ്ങളിൽ വചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും കർത്താവ് യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ എന്റെ സ്നേഹവന്ദനം. ചില ദൈവവചന ഭാഗങ്ങൾ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു. യോഹന്നാൻ എഴുതിയ സുവിശേഷം 5-ാം അധ്യായം അതിന്റെ 24 തൊട്ട് 28 വരെയുള്ള വാക്യങ്ങൾ. ആമേൻ ആമേൻ. ഞാൻ നിങ്ങളോട് പറയുന്നു, എന്റെ വചനം കേട്ട് എന്നെ അയച്ചവനെ വിശ്വസിക്കുന്നവനെ നിത്യജീവനുണ്ട്. അവൻ ന്യായവിധിയിൽ ആകാതെ മരണത്തിൽ നിന്ന് ജീവങ്കിലേക്ക് കടന്നിരിക്കുന്നു. ആമേൻ ആമേൻ. ഞാൻ നിങ്ങളോട് പറയുന്നു, മരിച്ചവർ ദൈവപുത്രന്റെ ശബ്ദം കേൾക്കുകയും കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന നാഴിക വരുന്നു, ഇപ്പോൾ വന്നുമിരിക്കുന്നു. പിതാവിന് തന്നിൽ തന്നെ ജീവനുള്ളതുപോലെ പുത്രനും തന്നിൽ തന്നെ ജീവനുള്ളവനാകുമാറ് പിതാവ് വരം നൽകിയിരിക്കുന്നു. അവൻ മനുഷ്യപുത്രനാകിയാൽ ന്യായവിധി നടത്തുവാൻ അവന് അധികാരവും നൽകിയിരിക്കുന്നു. ഇതെങ്കിൽ ആശ്ചര്യപ്പെടരുത്. കല്ലറകളിൽ ഉള്ളവർ എല്ലാവരും അവന്റെ ശബ്ദം കേട്ട് നന്മ ചെയ്തവർ ജീവനായും തിന്മ ചെയ്തവർ ന്യായവിധിക്കായും പുനരുത്ഥാനം ചെയ്യുവാനുള്ള നാഴിക വരുന്നു. ഹല്ലേലൂയ. ഈ ദൈവവചന ഭാഗം നമുക്ക് വളരെ സുപരിചിതമായ ഒരു ദൈവവചന ഭാഗമാണ്. അവിടെ ചിന്തിക്കുന്ന വചനം എന്ന് പറയുന്നത് പുനരുത്ഥാനം എന്നുള്ളതാണ്. പുനരുത്ഥാനം എന്ന് പറയുന്നത് മരിച്ചുപോയ മനുഷ്യന്റെ അല്ലെങ്കിൽ ജീവിതത്തെ കുറിച്ചാണ് പറയുന്നത്. ഈ ലോക ജീവിതത്തിൽ മനുഷ്യൻ ജീവിക്കുമ്പോൾ മനുഷ്യൻ മരിക്കുന്നു. മരണാനന്തരം ഒരു പുനർജീവിതമുണ്ട്. എന്തൊക്കെ മനുഷ്യൻ പലവിധമായ ചിന്തകളും പഠിപ്പിക്കലും ഉള്ളപ്പോൾ ഈ കാലഘട്ടത്തിൽ ദൈവത്തിന്റെ വചനത്തിന് വളരെ പ്രാധാന്യമുണ്ട്. പുനരുത്ഥാനം എന്ന് പറയുന്നത് മരിച്ചതിന് ശേഷം വീണ്ടും ജനിക്കുന്നതിനെയാണ് പുനരുത്ഥാനം എന്ന് പറയുന്നത്. ഹല്ലേലൂയ. യേശു ക്രിസ്തുവിനെ മരിച്ചവരെ ജീവനിലേക്ക് ഉയർപ്പിക്കുവാൻ കഴിയുമായിരുന്നുവെന്ന് നാം വായിച്ച ദൈവത്തിന്റെ വചനത്തിൽ വായിക്കാൻ കഴിയും. നയിലെ വിധവയുടെ മകനെ അവൻ ഉയർപ്പിച്ചുവെന്ന് ലൂക്കോസ് സുവിശേഷം 7-ാം അധ്യായം 11 തൊട്ട് 17 വരെ വാക്യങ്ങൾ വായിച്ചാൽ കാണാൻ കഴിയും. മരിച്ച് 4 ദിവസമായി ലാസറിനെ കല്ലറയിൽ ഉയർപ്പിച്ചുവെന്ന് യോഹന്നാന്റെ സുവിശേഷത്തിൽ 11-ാം അധ്യായം 38 തൊട്ട് 44 വരെ വാക്യങ്ങൾ കാണാൻ കഴിയും. ഹല്ലേലൂയ. നമുക്കറിയാം, യായിറോസിന്റെ മകനിൽ അതുപോലെ പത്രോസിന്റെ കാലഘട്ടത്തിൽ തബീതയ്ക്ക് ഒക്കെ മരിച്ച ആ അനുഭവത്തിൽ അവർ തിരിച്ച് ജീവനിലേക്ക് മടങ്ങി വന്നതും അവരെ ജീവിപ്പിക്കാൻ കഴിഞ്ഞതും ഒക്കെ നമുക്ക് കാണാൻ കഴിയും. യേശുക്രിസ്തു തന്നെയും മരണത്തെ ജയിച്ച് ജീവനിലേക്ക് കടന്നു വന്നവനാണ്. അതുകൊണ്ട് അവന്റെ ശക്തിയാൽ അവരിൽ വിശ്വസിക്കുന്നവർക്കും ആ ഒരു ഉയർപ്പ് കിട്ടുമെന്ന് സ്തോത്രൻ 1 കൊരിന്ത്യർ ലേഖനം 15-ാം അധ്യായം 20 തൊട്ട് 23 വരെ വാക്യങ്ങൾ കാണാൻ കഴിയും. എന്നെ കേൾക്കുന്ന പ്രശ്നം, ലോകാന്ത്യത്തിൽ ഹല്ലേലൂയ അവൻ വീണ്ടും വരുമ്പോൾ തന്നിൽ വിശ്വസിച്ചവർ ഒന്നാമതായി ജീവനിലേക്ക് ഉയർക്കും. അതാണ് 1 തെസ്സലോനിക്യ ലേഖനം 4-ാം അധ്യായം 16-17 വാക്യങ്ങൾ പറയുന്നത്. കർത്താവ് തൻ ഗംഭീര നാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടുകൂടെ മധ്യാകാശത്തിൽ ഇറങ്ങി വരുമ്പോൾ മുമ്പേ മരിച്ച വിശുദ്ധന്മാർ കല്ലറകളിൽ വിശ്രമിക്കുന്ന നിദ്ര കൊള്ളുന്ന സകലരും ഉയർത്തെഴുന്നേൽക്കും. പിന്നെ ജീവനോടെ ഇരിക്കുന്നവർ രൂപാന്തരം പ്രാപിക്കും. ഹല്ലേലൂയ. അതുകൊണ്ട് മനുഷ്യന്റെ സ്വന്തം പ്രവൃത്തി കൊണ്ട്, കഴിവുകൊണ്ട്, മനുഷ്യന്റെ ചിന്തകൾ കൊണ്ട്, അവൻ ചെയ്യുന്ന വഴിപാട് യാഗങ്ങൾ കൊണ്ട്, മനുഷ്യന്റെ പ്രവൃത്തികൾ കൊണ്ടൊന്നും മനുഷ്യന്റെ പുനരുത്ഥാനമില്ല. മനുഷ്യന്റെ പുനരുത്ഥാനം എന്ന് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തുവിടെ മാത്രമാണ്. ഹല്ലേലൂയ. കർത്താവായ യേശു ക്രിസ്തു നല്ലവരും ദുഷ്ടന്മാരുമായ സകലരെയും അന്ത്യനാളിൽ കൂട്ടിവരുത്തും. വിശ്വാസികളുടെ പുനരുത്ഥാനം സ്വർഗത്തിലായിരിക്കും, അവിശ്വാസികളുടെ പുനരുത്ഥാനം നരകത്തിലുമായിരിക്കും. അതെ, സ്വർഗരാജ്യത്തിലേക്ക് പ്രവേശിക്കുന്നത് വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾ, പാപത്തിന് പരിഹാരം വരുത്തിയവർക്ക് മാത്രമേ യേശു ക്രിസ്തുവിന്റെ വരവെങ്കിൽ ആ പുനരുത്ഥാനത്തിൽ പങ്കാളിയായി തീരുവാൻ കഴിയുള്ളൂ. അല്ലാത്തവരൊക്കെ പുനരുത്ഥാനം എന്ന് പറയുന്നത് നിത്യമായ നരകമായിരിക്കും. ഹല്ലേലൂയ. നമുക്ക് തിരുവെടുത്ത് വായിക്കാൻ കഴിയും. അതുകൊണ്ട് ഇന്ന പകലിൽ ദൈവത്തിന്റെ വചനം കേൾക്കുന്ന ശ്രോതാവേ, നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഒരു പുനരുത്ഥാന ജീവിതമാണ് താങ്കൾ ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങൾ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പുനരുത്ഥാനത്തിന്റെ അനുഭവത്തിലേക്ക് വരണം. നമ്മുടെ ശരീരം മരിക്കുമ്പോൾ നമ്മുടെ ആത്മാക്കൾ തുടർന്ന് ജീവിക്കുകയാണ്. മരണം കൊണ്ട് നമ്മൾ അവസാനിക്കുന്നില്ല. മരണം കൊണ്ട് നമ്മുടെ ശരീരം മാത്രമാണ് മണ്ണിലേക്ക് ചേരുന്നത്. പൊടിയിൽ നിന്നെടുത്ത ഈ ശരീരം പൊടിയിലേക്ക് ചേരുമ്പോൾ നമ്മൾ വസിക്കുന്ന ആത്മാവ് അത് മരിക്കുന്നില്ല, അത് നിത്യതയിലേക്ക് പ്രവേശിക്കുകയാണ്. ആ നിത്യതയിലേക്ക് പ്രവേശിക്കുക എന്ന് പറയുന്നത് മരിച്ചു പോയ മനുഷ്യൻ വീണ്ടെടുക്കപ്പെട്ടവൻ നിത്യജീവന്റെ അവകാശി ഭൂമിയിൽ വെച്ച് പാപത്തിന് പരിഹാരം വരുത്തിയെങ്കിൽ മാത്രമേ അവന് നിത്യതയിൽ പ്രവേശിക്കാൻ കഴിയുള്ളൂ. എന്നാൽ നാം പെട്ടെന്ന് നമ്മുടെ പുതിയ ശരീരം പ്രാപിക്കുകയല്ല ചെയ്യുന്നത്. ലോകാന്ത്യത്തിൽ യേശുക്രിസ്തു വരുമ്പോൾ മാത്രമേ നമുക്ക് പുതിയ ശരീരം ലഭിക്കുകയുള്ളൂ. ഹല്ലേലൂയ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രശ്നികത, കർത്താവായ യേശുക്രിസ്തുവിൽ മരിക്കുന്ന എല്ലാ വിശുദ്ധന്മാരും ഇപ്പോൾ കല്ലറകളിൽ വിശ്രമിക്കുകയാണ്, നിദ്ര കൊള്ളുകയാണ്. കർത്താവായ യേശുക്രിസ്തുവിന്റെ മധ്യാകാശ വരവെങ്കിൽ അവർ ആ കല്ലറയിൽ നിന്ന് വലിയ ഉറക്കമുണരുന്ന, ആ നിദ്രയിൽ ഉണരുന്ന ഒരു ദിവസമുണ്ട്. അത് അവർക്ക്
രൂപാന്തരമായി ഹല്ലേലൂയ പ്രാപിക്കുവാൻ കഴിയും. നമ്മുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പ് എന്നാണ് പൗലോസ് അതിനെ വിളിക്കുന്നത്. റോമാലേഖനം 8:23 വായിച്ചാൽ ക്രിസ്തുവിലുള്ള വിശ്വാസികൾക്ക് സ്വർഗത്തിൽ പുതിയ ശരീരം ലഭിക്കും. ഹല്ലേലൂയ. വീണ്ടെടുക്കപ്പെട്ട സകല ദൈവമക്കൾക്കും ക്രിസ്തുവിലുള്ള സകല വിശ്വാസികൾക്കും പാപത്തിന് പരിഹാരം വരുത്തി അനുതാപത്തോടെ ദൈവസ്ഥലേക്ക് മടങ്ങി വന്ന പാപമോചനം പ്രാപിച്ച വിശുദ്ധ ജീവിതം നയിക്കുന്ന കർത്താവിനെ രക്ഷകനായി സ്വീകരിച്ച വിശുദ്ധിയിലും വേർപാടിലും ജീവിക്കുന്ന ഈ ലോകത്തിന്റെ സുഖലോലുപങ്ങളിൽ വീഴാതെ, ഈ ലോകത്തിന്റെ മായയായ കൂത്തുകാഴ്ചകൾ വീഴാതെ, ഈ ലോകത്തിന്റെ ഇമ്പങ്ങളിൽ കുടുങ്ങിപ്പോകാതെ ജീവിത വിശുദ്ധിയെ കാത്തു സൂക്ഷിച്ച് കർത്താവിന്റെ വരവിന് വേണ്ടി ജീവിക്കുന്ന സകലർക്കും രൂപാന്തരം പ്രാപിക്കാൻ കഴിയും. ഹല്ലേലൂയ. അതുകൊണ്ട് എന്നെ കേൾക്കുന്നവർ ചെയ്യുക, സ്വർഗത്തിൽ നമുക്കൊരു പുതിയ ശരീരം ലഭിക്കണമെങ്കിൽ ഈ ഭൂമിയിൽ തന്നെ നമ്മുടെ പാപത്തിന് പരിഹാരം വരുത്തണം. പുതിയ ശരീരം ഒരിക്കലും മരിക്കുകയില്ല. അത് ക്രിസ്തുവിന്റെ പുനരുത്ഥാനം ചെയ്ത ശരീരം പോലെയാകും. അതെ, സ്വർഗത്തിൽ നമുക്ക് മരണമില്ല, കണ്ണുനീരില്ല, ദുഃഖമില്ല, സങ്കടമില്ല, മുറവിളിയില്ല. ഈ ഭൂമിയിലെ ഒരവസ്ഥയുമല്ല നമുക്കവിടെ ലഭിക്കുന്നത്. നിത്യതയിൽ നമുക്ക് പിതാവ്, പുത്ര, പരിശുദ്ധാത്മാവോട് കൂടി കോടാനുകൂടി ദൂതന്മാരും കെരൂബുകളും സറാബുകളും വിശുദ്ധന്മാരും അടങ്ങുന്ന സംഘത്തിൽ നാം കർത്താവിനോടുകൂടെ ജീവിതകാലം മുഴുവൻ പാർക്കും. എന്നാൽ വീണ്ടെടുപ്പ് പ്രാപിക്കാതെ ഈ ലോകത്തിന്റെ പാപത്തിൽ മരിക്കുന്ന സകല മനുഷ്യരും അവരുടെ പുനരുത്ഥാനം എന്ന് പറയുന്നത് നിത്യമായ നരകത്തിലേക്കായിരിക്കും. നിത്യമായ നരകത്തിൽ കെടാത്ത തീയും ചാകാത്ത പുഴുള്ള നരകക്കടലിൽ ലോകത്തിലെ ആദ്യത്തെ കുലപാതകനായിരിക്കുന്ന കായീൻ അടക്കമുള്ള സകല ദൂതന്മാരും അടങ്ങുന്ന ആ നരകയാതനയിൽ, ആ നരകത്തിൽ നിങ്ങൾ കിടന്ന യാതന അനുഭവിക്കും. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന സ്നേഹിതരെ, ഈ ഭൂമിയിൽ വെച്ച് നിങ്ങൾ ഒരു പുനർജീവിതം നയിക്കണമെങ്കിൽ, നിങ്ങൾ ഒരു പുനരുത്ഥാന ജീവിതം പ്രാപിക്കണമെന്ന് സ്വർഗം ആഗ്രഹിക്കുകയാണ്. ലോക ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം എന്ന് പറയുന്നത് യേശുക്രിസ്തുവിന്റെ ഉയർപ്പായിരുന്നു എന്ന് മർക്കോസ് സുവിശേഷം 16:8 വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും. തുടർന്നുള്ള ഭാഗങ്ങളൊക്കെ കാണാൻ കഴിയും. മരിച്ചവരിൽ നിന്നുള്ള തന്റെ പുനരുത്ഥാനത്തിലൂടെ താൻ നിശ്ചയമായി ദൈവത്തിന്റെ പുത്രനും ലോകത്തിന്റെ രക്ഷിതാവുമാണെന്ന് യേശു തെളിയിച്ചു. അതെ, നമ്മുടെ കർത്താവ് ഹല്ലേലൂയ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റത് കൊണ്ട് അവൻ ലോകരക്ഷിതാവാണ്, നിത്യജീവന്റെ അവകാശിയാണ്. നിത്യജീവനെ നമുക്ക് നൽകുവാൻ യേശുവിന് മാത്രമേ കഴിയുള്ളൂ. യേശു പറഞ്ഞു, ഞാൻ ജീവിക്കുന്നത് കൊണ്ട് നിങ്ങൾ ജീവിക്കുമെന്ന് യോഹന്നാന്റെ സുവിശേഷം 14:19 വായിക്കുന്നുണ്ട്. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, ഈ താൽക്കാലികമായ ജീവിതത്തിൽ നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന അവസരം നിങ്ങൾ നഷ്ടപ്പെടുത്തി കളയരുത്. ഏറിയാൽ 70 അല്ലെങ്കിൽ 80, അല്പം കൂടെ മുമ്പോട്ട് പോയാൽ നിങ്ങൾക്കൊരു മരണമുണ്ട്. മരണാനന്തരം നിങ്ങൾക്കൊരു പുനരുത്ഥാന ജീവിതം ലഭിക്കണമെങ്കിൽ നിങ്ങൾ കർത്താവായ യേശുക്രിസ്തുവിന്റെ വീണ്ടെടുപ്പ് പ്രാപിക്കണം. വീണ്ടെടുപ്പ് പ്രാപിച്ച വ്യക്തിക്ക് മാത്രമേ ആ പുനരുത്ഥാന ജീവിതം പ്രാപിക്കാൻ കഴിയുള്ളൂ. ഒരു പാപിക്കും പുനരുത്ഥാന ജീവിതം പ്രാപിച്ച് സ്വർഗത്തിൽ വസിക്കാൻ കഴിയത്തില്ല. എന്നാൽ പാപിയുടെ പുനരുത്ഥാനം എന്ന് പറയുന്നത് നിത്യമായ നരകത്തിലായിരിക്കും. അതുകൊണ്ട് ഇന്ന് പകൽ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. കണ്ണുകളടച്ചാട്ട് പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗീയ പിതാവേ, സകല ജനത്തെ അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുക. സകല ജനം കർത്താവായ യേശുക്രിസ്തുവിന്റെ വീണ്ടെടുപ്പ് പ്രാപിച്ച് പുനരുത്ഥാനത്തിന്റെ അവകാശിയായി കർത്താവിന്റെ വരവിലായി എല്ലാ ജനത്തെ ഒരുക്കണമേ. ആരും നഷ്ടപ്പെട്ടു കൊണ്ടേയാകരുതേ, ആരും തള്ളപ്പെട്ട് നിത്യ നരകത്തിലേക്ക് പോകാതെ ജനത്തിന് ശുദ്ധീകരണം കൊടുക്കണം കർത്താവേ, യേശുക്രിസ്തുവിന്റെ വിരിയേറിയ നാമത്തിൽ തന്നെ. ആമേൻ.